അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ അൽ ബയാനിലെ പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 67-ാം അധ്യായം 14 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത്. ഇനി 15, 16, 17 വചനങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അള്ളാഹുവിന് രഹസ്യത്തിലും ഭയപ്പെടണം, നാം എത്ര ഗോപ്യമാക്കി വച്ചാലും പറഞ്ഞാലും അങ്ങനെ ആരും കാണാതെ ചെയ്താലും എല്ലാം അറിയുന്നവനായ അള്ളാഹു അവന് ദൃശ്യമോ അദൃശ്യമോ രഹസ്യമാക്കിയതോ പരസ്യമാക്കിയതോ ഇരുട്ടത്ത് ചെയ്തതോ പകലിൽ ചെയ്തതോ രാവോ പകലോ ഒന്നും വ്യത്യാസമില്ല എന്ന് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഴിവിനെക്കുറിച്ച് അവൻ്റെ അറിവിനെക്കുറിച്ച് നമ്മുടെ മനസ്സു മന്ത്രിക്കുന്നത് പോലും അറിയുന്നവൻ അള്ളാഹു ആണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ശേഷം 15-ാമത്തെ വചനങ്ങളിലെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് തന്നെയാണ്. 15-ാമത്തെ വചനം നമുക്കൊന്ന് കേൾക്കാം. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഹുവല്ലദീ, ഹുവ അവനാകുന്നു, ഹുവ അവൻ, അല്ലദീ അവൻ എങ്ങനെയുള്ളവനാണ്, ആരാണവൻ? അള്ളാഹു. ആ അള്ളാഹു എങ്ങനെയുള്ളവനാണ്? ജഅല ലക്കും, ജഅല എന്ന് പറഞ്ഞാൽ ആക്കി, ലക്കും നിങ്ങൾക്ക്, നിങ്ങൾക്ക് ആക്കി തന്നിരിക്കുന്നു. എന്താണ് ആക്കിയത്? അൽ അർദ ഭൂമിയെ, ഭൂമിയെ ആക്കി തന്നിരിക്കുന്നു. ദലൂലൻ, ദലൂലൻ എന്ന് പറഞ്ഞാൽ ദല്ല യദുല്ലു, ദലൂലൻ എന്നത് പാകപ്പെടുത്തി കീഴ്പ്പെടുത്തി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ വിധേയമാക്കപ്പെട്ടു, ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഭൂമിയെ വിധേയപ്പെടുത്തി പാകപ്പെടുത്തി സഞ്ചാരയോഗ്യമാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഫംഷു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിലൂടെ യാത്ര ചെയ്യുക, മുന്നോട്ട് പോവുക, നടക്കുക. നിങ്ങളങ്ങനെ നടന്ന് യാത്ര ചെയ്യുക. ഫി മനാക്കിബിഹ, മനാക്കിബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപരിലോകത്ത്, അതിൻ്റെ അറ്റങ്ങളിൽ ഇന്നെങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ കാണാൻ സാധിക്കും. ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക എന്നാണ്. അപ്പോൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉപരിലോകവും, അതായത് ഒരു നിശ്ചിത പരിധിയുണ്ട് ഈ ഭൂമിക്ക്, അന്തരീക്ഷവുമായി ബന്ധമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കടൽ നമുക്ക് സഞ്ചാരയോഗ്യമാക്കി അള്ളാഹു നിശ്ചയിച്ചു. ഭൂമിയിൽ തന്നെയും കര മാർഗം നമുക്ക് വ്യത്യസ്തമായ രൂപത്തിലുള്ള യാത്രകൾ അനുവദിച്ചു, അല്ലെങ്കിൽ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വാനലോകത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിലോകത്ത്, നമുക്ക് ഭൂമിയുടെ പരിധിക്കുള്ളിൽ പെടുന്ന ഉപരിലോകം, ആ ഭാഗം നമുക്ക് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം സഞ്ചാരയോഗ്യമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. കാരണം മറ്റു ഗ്രഹങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന നിർഭയത്വത്തോടു കൂടിയുള്ള ഇത്രയും മനോഹരമായ രൂപത്തിൽ, മറ്റൊന്നിൻ്റെയും സഹായമില്ലാത്ത രൂപത്തിൽ നമുക്ക് വ്യക്തമായി വളരെ എളുപ്പമായി ലളിതമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നു എന്നത് മറ്റൊരു ഗ്രഹത്തിലും പോയാൽ സാധിക്കാത്തതാണ്. ചന്ദ്രനിൽ പോയവർ പോലും പല രൂപത്തിലുള്ള ഉപകരണങ്ങളും മറ്റും കൊണ്ട് മാത്രമാണ് അവർക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അവിടെയും പരിമിതികൾക്കപ്പുറമാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നത് നമ്മൾ വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. അവിടെയാണ് അള്ളാഹ് പറഞ്ഞത് ഈ ഭൂമിയെ നിങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ വിഷയം കൂടി പറയാണ്, വകുലൂ മിൻ റിസ്ഖിഹി, അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഉപജീവനത്തെ തേടിക്കൊള്ളുക, കഴിച്ചുകൊള്ളുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി പഠിപ്പിച്ചു തരുമ്പോൾ ഈ യാത്രായോഗ്യമാക്കിയത് എന്തിനു വേണ്ടി? നിങ്ങൾക്കിവിടെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഭക്ഷിക്കണം, നിങ്ങൾക്ക് ഉപജീവനം വേണം, നിങ്ങൾക്ക് ഡ്രസ്സ് മാറ്റണം, അതുപോലെയുള്ള മറ്റു ആവശ്യങ്ങളുണ്ടാകും. ഇവിടെയെല്ലാം നിങ്ങൾക്ക് അനുവദിച്ചതായ കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ തേടിക്കൊള്ളുക എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. തീർത്തും ഒന്നുമില്ലാതെ നിർവികാരമായി കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. മറിച്ച്
ദുനിയാവിൽ നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങൾ, നിങ്ങളുടെ റിസ്ക്കുകൾ നിങ്ങൾ തേടിക്കൊള്ളുക എന്ന് അള്ളാഹു പറയുന്നു. ഇതിലൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, അള്ളാഹു എല്ലാം തന്നോളും എന്ന് പറഞ്ഞ് റിസ്ക് തേടാതെ വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുക, എല്ലാം എൻ്റെ അള്ളാഹ് എനിക്കിവിടെ വീട്ടിലേക്ക് എത്തിച്ചു തരും എന്ന വിചാരത്തിൽ ഇരിക്കേണ്ടതില്ല. നിങ്ങൾ തേടണം എന്നുകൂടി ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീർന്നില്ല, വ ഇലൈഹിൻ നുഷൂർ. അങ്ങനെ ദുന്യവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട്, അവൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട്, അവൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അവൻ മധ്യേ അവൻ ഇറങ്ങിപ്പുറപ്പെട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിക്കുമ്പോൾ അള്ളാഹുവിനെ മറക്കരുത്. വ ഇലൈഹിൻ നുഷൂർ. ആ റബ്ബിലേക്ക് മടങ്ങാനുള്ളവരാണ് ഞാനും നിങ്ങളും. ഇവിടെ ശാശ്വതരല്ല. ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. ആ മരണാനന്തരം റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണ് നമ്മൾ. അന്ന് നമ്മുടെ കയ്യിൽ നന്മകൾ നിറഞ്ഞ ഒരു പൊതിയുണ്ടാകണം. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഒരു പൊതി കരുതുമ്പോൾ, അല്ലെങ്കിൽ യാത്രയിൽ നമ്മുടെ ഭക്ഷണത്തളികയായിക്കൊണ്ട് ഒരു പൊതി നമ്മൾ കരുതുമ്പോൾ, നമ്മുടെ പാരത്രിക ലോകത്തേക്കുള്ള യാത്ര, അള്ളാഹുവിലേക്കുള്ള മടക്കം, ആ മടക്കത്തിൽ നന്മകളുടെ ഒരു തരം ഭാണ്ഡക്കെട്ട്, അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തളിക എന്ന പോലെ ഒരു നന്മയുടെ തളിക നമ്മുടെ കയ്യിലുണ്ടാകണം എന്നത് ഈ ആയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ദുന്യവിയായ ചിന്തയിൽ പരലോകം മറക്കരുത് എന്നും ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മൾ കോളേജിലാകട്ടെ, ക്യാമ്പസിലാകട്ടെ, ഹോസ്റ്റലിലാകട്ടെ, എവിടെയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയിൽ എത്ര വളരട്ടെ, വലിയ വലിയ ഉന്നതമായ ജോലികളിലാകട്ടെ, എവിടെയാണെങ്കിലും നമ്മൾ റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കരുത്. കാരണം മരിച്ച് ആ റബ്ബിൻ്റെ അടുക്കലേക്ക് പോകേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന ചിന്ത എപ്പോഴും ഉണ്ടാകണം എന്ന ആയത്ത് ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യമാണ് 16-ാമത്തെ ആയത്ത്. ആ ആയത്ത് നമുക്കൊന്ന് കേൾക്കാം. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. അള്ളാഹു ചോദിക്കുകയാണ്, അമീൻതും മൻ ഫിസ്സമാ. അമിന എന്ന് പറഞ്ഞാൽ നിർഭയത്തിലായി, അല്ലെങ്കിൽ വിശ്വാസിയായി, അങ്ങനെയൊക്കെയാണ് അർത്ഥം. അവിടെ ഒരു ഹംസ അധികമുണ്ട്. തുടക്കത്തിൽ ഒരു ഹംസ ഇട്ടിട്ടാണ് അമീൻതും. നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണോ. ഇവിടുത്തെ അർത്ഥം നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ നിർഭയത്വത്തിലാണോ നിങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ, ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, നിങ്ങളൊക്കെ നിർഭയത്വത്തിലാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. എന്തിലാ നിർഭയത്വം? മംഫിസ്സമ, ആകാശത്തിലുള്ളവൻ. ആരാണ് ആകാശത്തുള്ളവൻ? അള്ളാഹു ആണല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമസ്ത്രീയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അടിമസ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, ഐൻ അല്ലാഹ്, അള്ളാഹു എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഫിസ്സമ, ആകാശത്തിലാണ് എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ആകാശത്തിലുള്ളവൻ. അവൻ്റെ വിഷയത്തിൽ നിങ്ങൾ നിർഭയത്വത്തിലാണോ? നിങ്ങളെ പിടികൂടില്ല എന്ന്, നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ അള്ളാഹു കാണില്ല എന്ന്, കേൾക്കുന്നില്ല എന്ന്, അറിയുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന തിന്മകളിൽ നിങ്ങളെ പിടികൂടില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. തീർന്നില്ല, ബാക്കി എന്താണ്? അമിൻതും മൻ ഫിസ്സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർദ്. ഖസഫ എന്ന് പറഞ്ഞാൽ ഗ്രഹണം ബാധിക്കുക എന്ന അർത്ഥമുണ്ട്. ഖസ്ഫ് എന്ന് പറഞ്ഞാൽ ഗ്രഹണം ബാധിക്കുകയാണ്. എന്നാൽ ഖസഫ ബി എന്ന് പറഞ്ഞാൽ ഭൂമി പിളർത്തി അതിലേക്ക് ആണ്ടുപോവുക എന്നുള്ളതാണ്. ഭൂമിയെ പിളർത്തുക, അതിലേക്ക് ആണ്ടുപോവുക, അതാണ് ഇവിടെ ഉദ്ദേശം. അമിൻതും മൻ ഫിസ്സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർദ്. നിങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഭൂമി പിളർന്ന് പോകുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? അങ്ങനെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ അള്ളാഹുവിന് കഴിയുകയില്ല എന്ന് വിചാരിക്കുകയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നുണ്ട്. ഖാറൂൻ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ വലിയ നേതാവാണ്, വലിയ സമ്പത്തിൻ്റെ ഉടമയാണ്. ആ സമ്പത്തിൻ്റെ ഉടമയെപ്പോലും അള്ളാഹു സുബ്ഹാനഹു തആല അവനെയും അവൻ്റെ വീടിനെയും അവൻ്റെ വീടുകളെയും അവനുണ്ടാക്കിയതിനെയും എല്ലാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞുവെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഇനി അങ്ങനെ ആണ്ടുപോയാലുള്ള അവസ്ഥ എന്താണ്? അതാണ് ബാക്കി പറയുന്നത്. ഫഇദാ ഹിയ തമൂർ. അതിങ്ങനെ ഇളകി മറിയുന്ന അവസ്ഥയിലാണ് എന്നാണ്. ഭൂമിയുടെ ആന്തരിക
അവസ്ഥയെക്കുറിച്ച് ശാസ്ത്രം പോലും പറയുന്നത് എന്താണ്? അതിങ്ങനെ തിളച്ചു ഇരിക്കുന്നു എന്നാണ്. ഉൽക്കകൾ പോലെ, തീജ്വാലകൾ പോലെ ഭൂമിക്കടിയിൽ ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ ഇങ്ങനെ ആണ്ട് താഴെ പോകുമ്പോൾ, ഭൂമി പിളർന്ന് ആ ഗർത്തത്തിലേക്ക് വീണു പോകുമ്പോൾ അവർ കാണുന്ന രംഗം എന്താണ്? ഭൂമി ഇങ്ങനെ ഉൽക്കകൾ പോലെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം ഇതൊക്കെ പിൽക്കാലത്ത് കണ്ടുപിടിച്ചതാണ് എങ്കിൽ, ശാസ്ത്രം അതിൻ്റെ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ചതാണെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു തആല ഇത് കൃത്യമായി, ശാസ്ത്ര പുരോഗമനങ്ങളൊന്നും വരാത്ത കാലഘട്ടത്തിൽ തന്നെ കൃത്യമായി ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ മറ്റൊരു ചോദ്യം, 17-ാമത്തെ ആയത്തിൽ മറ്റൊരു ചോദ്യം അല്ലാഹു ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കൂടി നമുക്കൊന്ന് കേൾക്കാം. أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير. അല്ലാഹു ചോദിക്കുകയാണ് വീണ്ടും, അം അമിൻതും മൻ ഫിസ് സമാഇ, നിങ്ങൾ ആകാശത്തിലുള്ളവൻ്റെ വിഷയത്തിൽ നിങ്ങൾ വീണ്ടും നിർഭയത്വത്തിലാണോ? അവൻ പിടിക്കില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അവൻ കാണുന്നില്ല, അറിയുന്നില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ ചെയ്യുന്ന തിന്മകളുടെ, ചെയ്തികളുടെ അനന്തരഫലത്തിൽ നിങ്ങളെ പിടികൂടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ നിർഭയത്വത്തിലാണോ? എങ്കിൽ അറിയണം, അൻ യുർസില അലൈക്കും ഹാസിബ, അവൻ കാറ്റുകൊണ്ട് പിടിക്കാൻ കഴിയുന്നവനാണ്. കാരണം ചരിത്രമൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആദ് സമുദായം വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ ആ ആദ് സമുദായത്തെ 7 രാത്രിയും 8 പകലും നീണ്ടു നിൽക്കുന്ന ശക്തമായ കാറ്റുകൊണ്ട് ആ സമുദായത്തെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഹാസിബ് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥത്തെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത്, മണ്ണും അതുപോലെ തന്നെ കല്ലിനെയും വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന അത്രയും ശക്തമായ കാറ്റ് എന്നാണ്. അതോടൊപ്പം അതിൻ്റെ വിശേഷണത്തെക്കുറിച്ച് പറഞ്ഞത്, നല്ല തണുത്തുറഞ്ഞ ആലിപ്പഴവും ഐസ് കട്ടയുമുള്ള അത്രയും ശക്തമായ തണുപ്പ് ഇത്രയും ശക്തമായ രൂപത്തിൽ അടിച്ചു വീശുമ്പോൾ ഒരാൾക്കൊരു തണുപ്പ് സഹിക്കുന്നതിൽ ഒരല്പം പരിധിയുണ്ട്. പരിധി വിട്ട രൂപത്തിലാണ് തണുത്ത കാറ്റടിച്ചു വീശുന്നത് എങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ട് സഹിക്കുക സാധ്യമല്ല. അങ്ങനെ നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ വിഷയത്തിൽ നിങ്ങൾ നിർഭയത്വത്തിലാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. സമാനമായ സംഭവം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ കാറ്റുകൊണ്ട് തലകീഴായി മറിച്ച സംഭവം ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു അതിനെല്ലാം കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫസതഅലമൂന, അല്ലാഹ് പറയാണ്, നിങ്ങൾ തീർച്ചയായും പിന്നീട് നിങ്ങൾ തിരിച്ചറിയും, കൈഫ നദീർ, എങ്ങനെയാണ് നമ്മുടെ താക്കീതുകാരൻ വന്നിരിക്കുന്നത് എന്ന്. കാരണം ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടും ഇതൊന്നും ഉൾക്കൊള്ളാതെ, വിശ്വാസം സ്വീകരിക്കാതെ അവിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലും അതുപോലെ തന്നെ നിരീശ്വരവാദത്തിലും അങ്ങനെ കഴിഞ്ഞുകൂടി കഴിഞ്ഞാൽ പിന്നെ ഇത്തരം ശിക്ഷകൾ വന്നു ഭവിക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും, നാളെ പാരത്രിക ലോകത്ത് വരുമ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു വേള, അന്ന് നഖം കടിക്കുന്ന ഒരവസ്ഥയുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് ശരിയായ വിശ്വാസം സ്വീകരിച്ച് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗുണകരമായത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.